എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വിഷയമാണ്, ഇതുവരെ പറയാത്തൊരു കാര്യമാണ്. എന്നാൽ ചെറിയൊരു വിവാദമുണ്ടാക്കുന്നൊരു വിഷയം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യം പറയണമെന്ന് ശങ്കിച്ചു. എന്നാലും പറഞ്ഞില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചില അനാചാരങ്ങൾക്കും ചില ദുരാചാരങ്ങൾക്കും എതിരെ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾക്ക് ഒരു അഷ്ടമംഗല പ്രശ്നം വെച്ചു എന്ന് വിചാരിക്കുക. ഒരിടത്തൊരു ദേവസാന്നിധ്യം കണ്ടു എന്ന് വിചാരിക്കുക. ദേവസാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്താ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവസാന്നിധ്യം കണ്ടപ്പോൾ വേറൊന്നും ആലോചിക്കണ്ട, അവിടെ ദേവനെ പ്രതിഷ്ഠിക്കണം എന്നാണ് ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ ദേവനെ പ്രതിഷ്ഠിക്കണം എന്നുണ്ടെങ്കിൽ എന്താ, അടയാളങ്ങളെ വെച്ചിട്ടാണ് ദേവനെ തിരിച്ചറിയുന്നതെങ്കിൽ, ഇപ്പോൾ ആയുധം കണ്ടെടുത്തു, അല്ലെങ്കിൽ വിഗ്രഹം കണ്ടെടുത്തു, കണ്ണാടി ബിംബം കണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അഷ്ടമംഗല പ്രശ്നത്തിൽ ഒരു ദേവനെ കണ്ടു എന്ന് വിചാരിക്കുക. എന്നാൽ ആ ദേവനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതിനെ പ്രതിഷ്ഠിക്കരുത് എന്നുള്ളതാണ് ഞാൻ ആദ്യം ഇവിടെ പറയുന്നത്. എന്താ കുഴപ്പം എന്നുള്ളതല്ലേ. എൻ്റെ പേര് ചന്ദ്രകുമാർ എന്നാണ്. അപ്പോൾ എന്നെ അറിയാത്തൊരു നാട്ടിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് അവിടെ പോയിട്ട് ഞാൻ ചന്ദ്രകുമാറാണെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അവർക്ക് എന്നെ അറിയില്ല, എൻ്റെ അഡ്രസ്സ് അറിയണം, ഞാൻ ആരാണെന്നറിയണം, എൻ്റെ സ്വരൂപം അറിയണം, എന്താ ജോലി ചെയ്യുന്നത്, എന്തിനാ അവിടെ വന്നതൊക്കെ അറിയണ്ടേ. എന്നാലല്ലേ അവർക്ക് അവിടെ എന്നെ ഇരുത്താൻ പോലും പറ്റുള്ളൂ. നമ്മൾ പൊതുവേ പറയാറില്ലേ, ഒരു അതിഥി തൊഴിലാളി നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ അഡ്രസ്സ് പ്രൂഫൊക്കെ നമ്മുടെ നാട്ടിൽ വെക്കണം എന്ന് പറയില്ലേ. എന്നാൽ അഡ്രസ്സ് വേണം, മേൽവിലാസം വേണം. ദേവന് ഒരു മേൽവിലാസം ഉണ്ടാകും. ആ മേൽവിലാസത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അഷ്ടമംഗല പ്രശ്നം വെക്കുന്നത്, അല്ലാതെ വെറുതെ ദേവനെ പ്രതിഷ്ഠിക്കാനല്ല. ഞങ്ങളുടെ നാട്ടിൽ തെയ്യമുണ്ട്. കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ തെയ്യങ്ങളുടെ നാടാണ്. ഇവിടെ ഒരു തെയ്യത്തിൻ്റെ ഒരു ആയുധം കിട്ടിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു പൊട്ടൻ തെയ്യത്തിൻ്റെ ഒരു ആയുധം, കത്തി കിട്ടിയെന്ന് വിചാരിക്കുക. കത്തിയാണ് ആയുധമായിട്ട് എടുക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ കത്തി പോലെയല്ല എന്നുള്ളത് കൊണ്ട് പ്രത്യേകതകളുണ്ട്. കത്തി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഏതൊരാൾക്കും, അറിയുന്ന ഒരാൾക്ക് അറിയാം ഇത് പൊട്ടൻ ദൈവത്തിൻ്റെ കത്തിയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആ കത്തിയെ നമ്മൾ ഒരു മഹത്വവൽക്കരിച്ചിട്ട് അതിനെ ഒരു ഇതാക്കിയിട്ട് ഒരു പലക മുകളിലൊക്കെ വെച്ചു എന്ന് വിചാരിക്കുക. അത് ഒരു കുടിവെപ്പ് സമ്പ്രദായമായിട്ടില്ല, പ്രതിഷ്ഠിതമായിട്ടില്ല. അതിനെ നമ്മൾ സംരക്ഷിച്ചു എന്നൊരർത്ഥം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു ദോഷം വരാനൊന്നുമില്ല. എന്നാൽ നമ്മൾക്ക് അറിയാമല്ലോ അത് പൊട്ടൻ ദൈവത്തിൻ്റെ കത്തിയാണ് എന്നറിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രശ്നചിന്ത ചെയ്ത് നോക്കുമ്പോൾ, പ്രശ്നചിന്ത ചെയ്ത് നോക്കാതെ തന്നെ നമുക്കറിയാം എന്താ അത് പൊട്ടൻ ദൈവത്തിൻ്റെ കത്തിയാണെന്നറിയാം. അപ്പോൾ പിന്നെ പൊട്ടൻ ദൈവത്തെ നേരിട്ട് ആരാധിക്കാൻ പറ്റുമോ? അപ്പോൾ അന്നേരം നമ്മുടേതാണെന്നറിയില്ല, നമ്മുടേതല്ല, എത്രയോ വർഷമായിട്ട് നമ്മളവിടെ താമസിക്കുന്നുണ്ട്, അല്ല. പിന്നെ കത്തിക്കായാലും ഒരു പഴക്കം അറിയില്ല. എത്ര വർഷം കഴിഞ്ഞാലും കത്തിയുടെ ഒരു പഴക്കം ഏകദേശം നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളുടെ അടുത്ത കാലത്തൊന്നും അവിടെ അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടായിട്ടില്ല എങ്കിൽ, ഇത്ര വർഷം പഴക്കമുള്ള കത്തിയാണെങ്കിൽ അതിൻ്റെ ഒരു മഹത്വമോ അതുപോലെ തന്നെ ചരിത്രമോ പശ്ചാത്തലമോ ഒക്കെ നമ്മൾ അറിഞ്ഞ ശേഷം മാത്രമേ അതിനെ ആരാധിക്കാൻ പാടുള്ളൂ. ഇത് ആരുടേതാണെന്ന് അറിയണം. വെറുതെ പൊട്ടൻ ദൈവത്തെ ആരാധിച്ചിട്ട് കാര്യമില്ല. എന്നാൽ ഞാനിങ്ങനെ പറയുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗുരുവായൂർ അമ്പലം പോലെ ഒരു അമ്പലം നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഗുരുവായൂർ അമ്പലം ഫേമസ് ആണ്. നമ്മളും അതുപോലെ ഒരു ഗുരുവായൂർ അമ്പലം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതേ രൂപത്തിൽ അതേ ഭാവത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതേ രൂപത്തിൽ ഒരു കൃഷ്ണനെ തന്നെ പ്രതിഷ്ഠിച്ചു എന്നും വിചാരിക്കുക. അതേ തന്ത്രിയാണെന്നും കൂടി വിചാരിക്കുക. അത് ഗുരുവായൂരപ്പനാവോ, ഗുരുവായൂർ അമ്പലമാവോ? ആവില്ല. എന്തിനധികം പറയുന്നു, പൂന്താനം നമ്പൂതിരിക്ക് ഗുരുവായൂർ ദർശനം നടത്താൻ ബുദ്ധിമുട്ട് വന്ന സമയത്ത് അദ്ദേഹം ഗുരുവായൂരപ്പനോട് പറഞ്ഞു, ഗുരുവായൂരപ്പ എനിക്ക് വന്ന് കാണാൻ പറ്റണില്ല. അപ്പോൾ ദർശനം കൊടുത്തു, ഞാൻ അവിടെ വരാം എന്ന് പറഞ്ഞു. അവിടെ പൂന്താനത്തിൻ്റെ ഇല്ലത്ത് വരാമെന്ന് വെച്ചിട്ട് അവിടെ കൃഷ്ണൻ അവതരിച്ചു. അവിടെ ഒരമ്പലം ഉണ്ടാക്കി. അത് ഗുരുവായൂരമ്പലമാണ്. അല്ല, ഗുരുവായൂരപ്പനല്ലേ അവിടുത്തെ സന്നിധി? അതെ, അല്ല, വ്യത്യാസമുണ്ട്. മേൽവിലാസമൊക്കെ വ്യത്യാസമുണ്ട്. ഇതുപോലെ നമ്മൾ വെറുതെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ബന്ധം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ചരിത്രവും മഹത്വവും അറിയാതെ, അതിൻ്റെ മഹാത്മ്യം കൃത്യമായിട്ട് അറിഞ്ഞ്, അഷ്ടമംഗല പ്രശ്നം വെച്ചു എന്ന് മാത്രമല്ല, വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സ് വന്ന വഴിയൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ ആ ദേവനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്നറിയോ? നമ്മൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടുള്ള ഫലങ്ങൾ
അഡ്രസ്സ് മാറിയിട്ട് ഒരാൾക്ക് ഒരു സ്ഥാനം കൊടുക്കുകയോ ഒരു അവകാശം കൊടുക്കുകയോ ഒക്കെ ചെയ്താലുള്ള അവസ്ഥ തന്നെ ഇവിടെ നമ്മൾ കാണണം. ദേവനൊരു മേൽവിലാസമുണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ദേവനെ പ്രതിഷ്ഠിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ദേവനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ദേവൻ എന്താണ്, ഏത് ഭാവമാണ്, ഏത് തലത്തിലാണ് പ്രതിഷ്ഠിച്ചത്, ഏത് തലത്തിലാണ് ആരാധിച്ചത്, ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ആരാധിച്ചിരുന്നത്. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഇത് ആരാധിക്കാൻ സാധിക്കുമോ എങ്കിൽ അവരെ തന്നെ ഏൽപ്പിച്ചിട്ട് എവിടെ ഉണ്ടായിരുന്നു അവിടെ ആരാധിക്കണം എന്നുള്ളതാണ് പറയേണ്ടത്. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, അടുത്ത കാലത്ത് ഒരിടത്ത് പ്രശ്നം വെച്ചപ്പോൾ ഇതുപോലെ തന്നെ ഒരിടത്ത് ഒരു ദേവനെ പ്രതിഷ്ഠിച്ചു. ഞാൻ പറഞ്ഞു, ഇതിന് എനിക്കൊരു യുക്തി കാണുന്നില്ല, ഈ ദേവാലയത്തിലൊരു പ്രശ്നം വെച്ചപ്പോൾ ഒരു യുക്തി കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ പ്രതിഷ്ഠിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അയ്യോ, ഞങ്ങൾ അഷ്ടമംഗല പ്രശ്നമൊക്കെ വെച്ചിട്ട് പ്രതിഷ്ഠിച്ചതാണ്. ഞാൻ പറഞ്ഞു, അതൊക്കെ ശരിയായിരിക്കാം, നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഈ ദേവൻ നിങ്ങളുടെ ദേവനല്ല. ഞങ്ങളുടെ ദേവനല്ല, ഞങ്ങൾക്കറിയാം. പിന്നെ ആരുടെ ദേവൻ? ഈ ഭൂമി സ്ഥിതി ചെയ്യുന്ന അയാളുടെ ഭൂമിയിലെ ദേവനാണോ? അതുമല്ല, അയാളും ആരാധിച്ചതല്ല. പക്ഷേ അയാൾക്കൊരു കത്തി കിട്ടി, പൊട്ടദൈവത്തിൻ്റെ. അതാണ് ഈ പറയാൻ കാരണം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ചോദിച്ചു, ഇത് പുഴയുടെ സമീപത്താണല്ലോ ഈ സ്ഥലം? അതെ. പുഴയിൽ ഈ ആയുധങ്ങളും പീഠങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വരാം, പൊട്ടദൈവത്തിൻ്റെ സ്ഥാനമൊക്കെ ഒഴുകി വരാം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒഴുകി വന്നതായിക്കോട്ടെ, കത്തിക്ക് അത്രയല്ലേ പഴക്കമുണ്ടാവുള്ളൂ. അതെ, അത് ഒഴുകി വന്നതാവാൻ സാധ്യതയുണ്ട്, അങ്ങനെ മണ്ണിൽ പതിഞ്ഞു പോയതാണ്, അതുകൊണ്ട് ആയിരിക്കും അവർക്ക് കിട്ടിയത്. കാര്യം മനസ്സിലായി, പുഴയുടെ സമീപത്താണ്. എവിടെയോ പുഴയുടെ സമീപത്ത് ഇതുപോലൊരു സ്ഥാനം നശിച്ചു പോയിട്ടുണ്ട്. തിരിച്ചവിടെ തന്നെ ഏൽപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവർക്ക് അതിൻ്റെ അവകാശികളുണ്ട്, അവിടെ ഏൽപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ശരിക്കും കുറച്ച് സാവകാശം ക്ഷമാപൂർവ്വം ആലോചിച്ചിരുന്നെങ്കിൽ അതിനെ അവിടെ തന്നെ ഏൽപ്പിച്ചാൽ പ്രശ്നം തീരും. അതിന് പകരം ഇതിപ്പോൾ ഇവിടെ പ്രതിഷ്ഠിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇതിനവിടെ ലയിപ്പിക്കാൻ പറ്റും, ഇവിടെ മൊത്തം ആശയക്കുഴപ്പമായില്ലേ? ഇതുപോലെ അഡ്രസ്സ് അറിയാതെ നമ്മൾ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്കുണ്ട്. ഗുണത്തെക്കാളേറെ ദോഷങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ ദേവതയും പ്രതിഷ്ഠിക്കണമെന്ന് യാതൊരു നിയമമില്ല. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തലങ്ങളിൽ എത്തിയാലേ അത് പ്രതിഷ്ഠിക്കാൻ യോഗ്യമുള്ളൂ. അതുവരെ വേണമെങ്കിൽ ഒരു വിളക്ക് സങ്കല്പിച്ചിട്ട് ആരാധിക്കാം എന്നുള്ളതല്ലാതെ ആ ഉപാധികളെല്ലാം സങ്കല്പിച്ചിട്ട് പ്രതിഷ്ഠിക്കാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ നല്ലതിനു വേണ്ടി ചെയ്യുന്നതായിരിക്കും, അത് നന്മയാവണമെന്നില്ല, ദോഷമായിട്ട് മാറിയേക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ്. എല്ലാ തലങ്ങളിലും പൂർണ്ണമായിട്ട് ദേവനൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശബരിമല ശാസ്താവ് നമ്മുടെ നാട്ടിൽ എത്രയോ അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. ഇതൊക്കെ ശബരിമലയാണോ? അല്ല. നമ്മൾ മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും മുദ്ര ധരിച്ചുകൊണ്ട് ശബരിമലയിൽ നമ്മൾ പോകുന്നു. എല്ലാവരും പോകുന്നത് ശബരിമലക്കാണ്, അല്ലാതെ നാട്ടിലുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോയിട്ടത് സമർപ്പിക്കുന്നില്ല. അതിന് കാരണം എന്താ? ശബരിമലക്ക് തുല്യമായിട്ട് ശബരിമല മാത്രമേ ഉള്ളൂ, പഴനിമലക്ക് തുല്യമായിട്ട് പഴനിമല മാത്രമേ ഉള്ളൂ, ഗുരുവായൂരിന് തുല്യമായിട്ട് ഗുരുവായൂർ മാത്രമേ ഉള്ളൂ. അതുപോലുള്ള കൃഷ്ണക്ഷേത്രമോ ശാസ്താക്ഷേത്രമോ സുബ്രഹ്മണ്യ ക്ഷേത്രമോ അനേകം ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഇതിന് തുല്യമല്ല. മഹാക്ഷേത്രങ്ങളായതുകൊണ്ട് മാത്രമല്ല അതിൻ്റെ അഡ്രസ്സ് വേറെയാണ് എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു തന്ത്രിയുണ്ട്, സ്ഥലമുണ്ട്, എല്ലാം ഉള്ളത് കൊണ്ട് ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടുകയും ചെയ്യില്ല. ചൈതന്യം കിട്ടില്ല എന്ന് മാത്രമല്ല, വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുമെന്ന് കൂടി അറിയിക്കുക. നന്നായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഇങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഭസ്മക്കുളം എന്നുള്ള പേരിൽ ഒരു കുളം കുഴിക്കുകയാണ്. അതങ്ങനെ ഭസ്മക്കുളം ആകും എന്നുള്ളത് ചിന്തിക്കാം. ഭസ്മക്കുളം എന്ന് പറയുന്നത് പൗരാണികമായിട്ടുള്ള ഒരു സങ്കല്പം, ഒരു പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. നമുക്ക് ഒരു രൂപം, സ്ഥാനം എന്നൊക്കെ പറയുന്നത് 3 ഡയമെൻഷനാണ്. നീളം, വീതി, കനം ഒക്കെ ഉള്ളതാണ്. അതൊന്നും വിചാരിക്കുക. അതോടൊപ്പം കാലം ചേരണം, കാലം കൂടി ചേരണം. ഇനി കാലത്തോടൊപ്പം അതിനും അപ്പുറത്തുള്ള ചില തത്വങ്ങളും കൂടി ചേരണം. കാരണം മേൽവിലാസമൊക്കെ അതിനകത്ത് വരുമ്പോൾ അത് 4D പോയിട്ട് 5D ആയി, 6D ആയി, 6 ഡയമെൻഷനൊക്കെ ആയി എന്ന് പറയുമ്പോൾ അപ്പോഴൊക്കെ ഒരു പരിധിവരെ അത് പൂർണ്ണം വരുള്ളൂ. നമ്മൾ ഷടാധാരം എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള മഹത്വം കൂടി നമ്മൾ കാണണം. വെറുതെ പറഞ്ഞാൽ പോലെ നന്നായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇത് അനാചാരമാകും, ദുരാചാരമാകും, നാളെ ഇത് പരക്കും.
അങ്ങനെ വരരുത്. പലയിടത്ത് പുതിയ പുതിയ ക്ഷേത്രങ്ങൾ വരുമ്പോൾ നമ്മളൊന്നും ആലോചിക്കണം, ആ ക്ഷേത്രത്തെ അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് ആലോചിച്ചിട്ട് വേണം പ്രതിഷ്ഠ ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതായാലും നല്ലൊരു ചിന്ത എല്ലാവരിലേക്ക് എത്തിക്കുക, ആശയം നന്നാണെങ്കിൽ പ്രചരിപ്പിക്കുക. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമല്ല, ഒരു പരമാർത്ഥമാണത്. താല്പര്യമുള്ള ആളുകൾ ഇത് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.